ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും റെഡിയായി. അമ്മയും ഞാനും കേശുവും ചേട്ടനും കൂടിയാണ് പോകുന്നത്. അവിടെ ഉത്സവമാണ് ബുധനാഴ്ച. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ കഴിയത്തില്ല ഗൈസ്. അന്ന് വർക്കിംഗ് ഡേ അല്ലേ, ജോലിക്ക് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. കേശുക്കുട്ടൻ ഗ്ലാസ്സൊക്കെ വെച്ച് സുന്ദരനായിട്ടിരിക്കുകയാണ്. പിന്നീട് ബൈപ്പാസ് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് സാമ്പ്രാണിക്കൂടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ കായലിൻ്റെ നടുക്ക് കാണുന്നത്. കണ്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക. നിങ്ങളെ കുറേ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ കുടുംബ വീട്ടിലും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ വന്നപ്പോൾ മൊത്തവും കരിയില കയറി കിടക്കുമായിരുന്നു. അപ്പോൾ കേശുക്കുട്ടൻ അമ്മുമ്മയെ സഹായിക്കുകയാണ് ഗൈസ്. അവിടെ എല്ലാം കേശുക്കുട്ടൻ ചൂലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വൃത്തിയാക്കുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് പൂവൊക്കെ പിച്ചി വെച്ചു, നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാമല്ലോ. പിന്നെ ഈ ഇടയ്ക്ക് ഒരു അരുളി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരുളിയിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട്. അമ്മയാണത് വെച്ചത്. പിന്നീട് കുറേ സ്ഥലങ്ങൾ അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. കേശുക്കുട്ടൻ വൃത്തിയായില്ലെങ്കിൽ പോലും അവനെ കൊണ്ടാവുന്ന രീതിയിൽ അവൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്മ ചെയ്യണ്ട, ഞാൻ വൃത്തിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി വൃത്തിയാക്കി അവിടെ എല്ലാം. ചേട്ടൻ മാങ്ങയെല്ലാം പറിച്ചിട്ടു. കണ്ടില്ലേ മാങ്ങ. പിന്നീട് അവിടെ കടലാസ് ചെടി, പലതരത്തിലുള്ള ചെടികളുണ്ട്. എല്ലാം നിറച്ച് പൂക്കളുമുണ്ട്. കണ്ടില്ലേ? അമ്മ നല്ലതുപോലെ ഇതിനെയൊക്കെ പരിപാലിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് അവിടെ തന്നെ ഒരു കുഞ്ഞു പഴം കണ്ടില്ലേ? തെറ്റിപ്പൂവിനകത്ത് വളരുന്ന ഒരു പഴമാണിത്. കണ്ടില്ലേ? കുഞ്ഞു പഴം. അത് പഴുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ അതിൻ്റെ കഴിക്കാതെ അതിൻ്റെ ആ പുറത്തെ ആ ഒരു സംഭവം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഇതാണ് ഗൈസ്. കണ്ടില്ലേ? എന്ത് ഭംഗിയാണെന്നറിയാമോ അത് എന്തൊരു ടേസ്റ്റാണ്. പിന്നീട് ഞങ്ങൾ പൂക്കൾ പറിച്ച് വെച്ചു കൃഷ്ണനടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞങ്ങളെ പോകാനായിട്ട് ഇറങ്ങി. നമുക്ക് ക്ഷേത്രത്തിൽ പോകണ്ടേ, അപ്പോൾ പെട്ടെന്ന് പോകണം. 5:30 മുമ്പേ അവിടെ ചെല്ലണം. കാര്യം അന്നത്തെ ഉത്സവം നടത്തുന്നത് ഞങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകാൻ തീരുമാനിച്ചു. എൻ്റെ അമ്മ പഠിച്ച സ്കൂളാണിത് ഗൈസ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ പഠിച്ച സ്കൂളാണിത്. പിന്നീട് ഞങ്ങൾ റെയിൽവേ ക്രോസൊക്കെ കട്ട് ചെയ്ത് കണ്ട ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ഗൈസ്. കാർ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വന്നു. എന്നിട്ട് അവിടെ കാർ ഇട്ടിട്ട് കേശുക്കുട്ടൻ ചാടി ഇറങ്ങി. പിന്നീട് കേശുക്കുട്ടനെ കാണുന്നില്ല. നോക്കുമ്പോൾ കേശുക്കുട്ടൻ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നു. കുസൃതിയാണ് ഗൈസ്, ഭയങ്കര കുസൃതിയാണ്. അമ്പലത്തിൽ തൊഴാതെ ഗേറ്റിൻ്റെ മുകളിലോട്ട് ചാടി കയറുകയാണ്. ഞാൻ വഴക്ക് പറഞ്ഞ് താഴെ ഇറക്കി പിടിച്ചുകൊണ്ട് പോയി. തൊഴാൻ പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ നടന്ന് തൊഴുതിട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയൊക്കെ നിൽക്കുകയാണ്. പിന്നീട് അവിടെ ദീപാരാധന ടൈം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ ആ മെയിൻ ആളില്ലായിരുന്നു. ബാബു അണ്ണൻ, ആ അണ്ണൻ വന്നു, ആ ചേട്ടൻ വന്ന് പിന്നെ ക്യാഷൊക്കെ വാങ്ങി റെസിപ്റ്റൊക്കെ എഴുതി തന്നു. പിന്നീട് ദേവിയെ കണ്ട് നല്ല അതുപോലെ തൊഴുതു. നമ്മൾ വേറെ ക്ഷേത്രങ്ങളിലും പോകണം, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലും പോയി തൊഴണം ഗൈസ്. നമ്മുടെ കുടുംബക്ഷേത്രമാണ് നമ്മുടെ കുലദൈവം. അപ്പോൾ അവിടെ തൊഴുതിട്ടും എല്ലായിടത്തും പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം നമ്മൾ കുടുംബക്ഷേത്രത്തിന് കൊടുക്കണം. അവിടെയും പോയി പറ്റുന്ന സമയങ്ങളിൽ അവിടെ പോയി തൊഴണം. അവിടെ നമുക്ക് ചെയ്യാനുള്ള അർച്ചനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം ഗൈസ്. എന്നിരുന്ന ആ ഒരു പുരോഗതി അമ്മയ്ക്കായാലും ഏത് ദൈവങ്ങൾക്കായാലും നമ്മുടെ കുലദൈവങ്ങൾ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യണം. പിന്നീട് ഞങ്ങൾ അഞ്ചാലുംമൂട് വഴിയാണ് തിരിച്ച് പോകാൻ തീരുമാനിച്ചത്. അഞ്ചാലുംമൂട് വഴി ഞങ്ങൾ പോവുകയാണ് ഗൈസ് തിരിച്ച്. അപ്പോൾ കുറേ കാഴ്ചകൾ റോഡിലൊക്കെ കാണാനുണ്ടായിരുന്നു. കണ്ടില്ലേ? നല്ല ഭംഗിയാണ് ആ റോഡൊക്കെ കാണാൻ. പിന്നീട് ഞങ്ങൾ ബൈപ്പാസ് വഴി തിരിച്ച്, ബൈപ്പാസ് ഇപ്പം പണി നടക്കുകയാണ്, ആ വഴിയാണ് ഞങ്ങൾ വരുന്നത്. തിരിച്ച് പെട്ടെന്ന് വീട്ടിലെത്തി. പിന്നീട്
പെട്ടെന്ന് വീട്ടിലെത്താൻ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്.